വെൽക്കം. തഹമനാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വീഡിയോ സീരീസിൽ നമ്മൾ ആന്റി റുമറ്റോയ്ഡ് മരുന്നുകളെ പറ്റിയാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആന്റി റുമറ്റോയ്ഡ് മരുന്നുകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു, ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. സോ നമ്മൾ പറഞ്ഞത് ഒരു അടിയന്തര ഘട്ടത്തിൽ മാത്രം ഉപയോഗിക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഓർ NSAIDs വേദനാ സംഹാരികൾ, അത് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കുന്നതാണ്. ദെൻ ഇത് ഫലിക്കുന്നില്ലെങ്കിൽ നമ്മൾ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് ഉപയോഗിക്കും. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാം. രോഗകാഠിന്യം തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന മരുന്നുമാണ്. സോ ഇറ്റ്സ് എ ബ്രിഡ്ജ് തെറാപ്പിയാന്ന് നമ്മൾ പറഞ്ഞു. ദെൻ മൂന്നാമത് നമ്മൾ ഉപയോഗിക്കുന്നത് രോഗകാഠിന്യം ലഘൂകരിക്കുന്ന റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ പ്രശ്നങ്ങളൊക്കെ തടഞ്ഞു നിർത്തും, രോഗം കഠിനമാവാതെ നോക്കുന്നു, DMARDs. സോ DMARDs ആണ് അടുത്ത ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ. സോ 3 ഗ്രൂപ്പ് ഓഫ് മരുന്നുകൾ. ആൻഡ് DMARDs നമ്മൾ 2 തരമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. DMARDs നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് കൺവെൻഷണൽ, സാധാരണ ഉപയോഗിക്കുന്നത്, സിന്തറ്റിക്, അതിലേറ്റവും പ്രധാനി മെത്തോട്രക്സേറ്റ് ആണ്. ദെൻ ലെഫ്ലൂനമൈഡ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ. രണ്ടാമത്തെ DMARDs ആണ് ബയോളജിക്കൽസ്. ബയോളജിക്കൽ DMARDs കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ റെസ്പോൺസ് മോഡിഫയേഴ്സ് എന്നാണ് നമ്മൾ ശരിക്കും വിളിക്കുക. പക്ഷെ നമ്മൾ ബയോളജിക്കൽ DMARDs എന്നാണ് നമ്മൾ സാധാരണ വിളിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ബയോളജിക്കൽസ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് മരുന്ന്. സോ നമ്മൾ ഈ വീഡിയോയിൽ ഈ ബയോളജിക്കൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബയോളജിക്കൽ വിഭാഗം മരുന്നാണ് ദീർഘകാലം ഉപയോഗിച്ചിട്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ പ്രോഗ്രസ് തടഞ്ഞു നിർത്തുക. സോ ഡിസീസ് പ്രോഗ്രഷൻ തടഞ്ഞു നിർത്തുന്നതിൽ പ്രധാനപ്പെട്ട വിഭാഗം മരുന്നുകളാണ് ബയോളജിക്കൽ DMARDs. സോ മൊത്തം DMARDsൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് മെത്തോട്രക്സേറ്റ്, ലോ ഡോസ് മെത്തോട്രക്സേറ്റ് പോലുള്ള മരുന്നുകളും മറ്റു മരുന്നുകളൊക്കെയാണ്. മെത്തോട്രക്സേറ്റ് ആണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് മരുന്ന്. പക്ഷെ ഇതുകൊണ്ടും ഫലിക്കുന്നില്ലെങ്കിൽ, മെത്തോട്രക്സേറ്റ് കൊണ്ടും മാത്രം ഫലിക്കുന്നില്ലെങ്കിൽ, തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, അപ്പോഴാണ് നമ്മൾ ബയോളജിക്കൽസ് വിഭാഗം മരുന്ന് ഉപയോഗിക്കുക. സോ ഫസ്റ്റ് പോയിന്റ്, ബയോളജിക്കൽസ് ആർ യൂസ്ഡ് ഇൻ മെത്തോട്രക്സേറ്റ് ഓർ ഫസ്റ്റ് ലൈൻ കൺവെൻഷണൽ റെസിസ്റ്റന്റ് കേസസിലാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മിക്കവാറും ബയോളജിക്കൽസ് ആർ യൂസ്ഡ് വിത്ത് മെത്തോട്രക്സേറ്റ്. മെത്തോട്രക്സേറ്റ് പ്ലസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. 2 മരുന്നുകളും ഒരുമിച്ച് ഒരേ സമയം ഉപയോഗിക്കും. അപ്പോൾ കൂടുതൽ ഫലം ലഭിക്കും, ഡോസ് കുറവ് മതി. സോ യൂസ്ഡ് വിത്ത് മെത്തോട്രക്സേറ്റ് ഓർ അതർ സിന്തറ്റിക് DMARDs ഇൻ മോഡറേറ്റ് ടു സിവിയർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. ഇനി മെത്തോട്രക്സേറ്റ് ഇല്ലാതെ ഒറ്റയ്ക്ക് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മെത്തോട്രക്സേറ്റ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കും കൊടുക്കാം. സോ ഇൻ കോമ്പിനേഷൻസ് വിത്ത് മെത്തോട്രക്സേറ്റ് ഓർ സിന്തറ്റിക് ഓർ എലോൺ, കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കും കൊടുക്കാം. ഇനി അടുത്ത പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഈ മരുന്നുകൾ എല്ലാം തന്നെ ഓൾ ദീസ് ആർ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ് എന്നുള്ളതാണ്. സോ നമ്മൾ ഇവിടെ ആന്റി റുമറ്റോയ്ഡ് ഡ്രഗ്സ് ആണ് ഇത് പഠിക്കുന്നതെങ്കിലും ഇമ്മ്യൂണോ സപ്രസൻസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോഴും ഈ മരുന്നുകൾ DMARDs എല്ലാം നമ്മൾ അവിടെ പറഞ്ഞതാണ്. സോ അത് കൺവെൻഷണൽ ഓർ സിന്തറ്റിക് ആയാലും ഇവിടെ നമ്മൾ പറയുന്ന ബയോളജിക്കൽസ് ആയാലും ഓൾ ആർ ഇമ്മ്യൂണോ സപ്രസൻസ്. സോ ഇമ്മ്യൂണോ സപ്രസൻസിന്റെ ക്ലാസിഫിക്കേഷനിലും ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. കുറച്ച് അഡീഷണൽ മരുന്ന് കൂടി അവിടെ വേറെ എഴുതാം എന്ന് മാത്രം. സോ എല്ലാം ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ അവയുടെ ഇടപെടലുകളെയാണ് തടയുക. കാരണം നമ്മൾ പറഞ്ഞു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വെറും ഒരു ഇൻഫ്ലമേറ്ററി രോഗമല്ല, ഓട്ടോ ഇമ്മ്യൂൺ. സോ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളല്ല, ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഇൻഫ്ലമേറ്ററി രോഗമാണ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇതിന്റെ പത്തഫിസിയോളജി പറഞ്ഞപ്പോൾ പറഞ്ഞു. പിന്നെ അടുത്ത പോയിന്റ്, ഈ ബയോളജിക്കൽസ് എന്നത് ഒരു ഗ്രൂപ്പ് അല്ല, മരുന്ന് ഗ്രൂപ്പ് അല്ല, വിവിധ തരം മരുന്നുകളുണ്ട് ഈ ഗ്രൂപ്പിൽ. ആൻഡ് ഗ്രൂപ്പിനെ തന്നെ നമുക്ക് വീണ്ടും സബ് ഗ്രൂപ്പും വീണ്ടും സബ് ഗ്രൂപ്പ്സ് ആക്കാം. സോ നമുക്ക് ആദ്യം ഒന്ന് രണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് കുത്തിവെക്കുന്നതാണ് ഇൻജെക്റ്റബിൾസ് ആണ്. ഇതാണ് അപ്പൊ ശരിക്കും ബയോളജിക്കൽ DMARDs എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ്. രണ്ടാമത്തത് ഇത് ഗുളികയായിട്ട് കൊടുക്കുന്നതാണ്, ഓറൽ ആണ്. ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുക അപ്പോൾ ടാർജറ്റഡ് DMARDs എന്നാണ്. ടാർജറ്റഡ് DMARDs. ഇതും ടാർജറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ ഇത് കുത്തിവെക്കുന്ന. ആൻഡ് കുത്തിവെക്കുന്ന തന്നെ നമുക്ക് വീണ്ടും പല വിഭാഗമായിട്ട് തിരിക്കാം. ഒന്നാമത്തെ വിഭാഗം TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ് ആണ്. TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ് എല്ലാം തന്നെ മോണോക്ലോണൽ ആന്റിബോഡിയാണ്. മിക്കവാറും 4 എണ്ണം ഉണ്ട് മോണോക്ലോണൽ ആന്റിബോഡി. ഏറ്റവും ഫേമസ് അല്ലെങ്കിൽ ആദ്യം വന്നത് ഇൻഫ്ലിക്സിമാബ് ആണ്. പിന്നെ വന്നത് സെർട്ടോലിസുമാബ് ഉണ്ട്. ദെൻ അഡാലി ആണെങ്കിൽ മുമാബ് ആണ്. മുമാബ് എന്ന് പറയുമ്പോൾ മനുഷ്യന്റേതാണ്. ഗോലി മുമാബ്. പിന്നെ മാബ് ഇല്ലാത്ത ഒരെണ്ണമുള്ളത് ഇറ്റാനർസെപ്റ്റ് ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇന്റർലൂക്കിൻ 1 റിസപ്റ്റർ അന്റഗോണിസ്റ്റുകളാണ്. ഇതിന്റെ പേര് അനാകിൻറ എന്നാണ് ഈ മരുന്നിന്റെ പേര്. മൂന്നാമത്തെ ഗ്രൂപ്പോ ഇന്റർലൂക്കിൻ 6 തടയുന്ന ആന്റഗോണിസ്റ്റ് മരുന്നുകളാണ്. ഇതിന്റെ പേര് ടോസിലിസുമാബ് ഉണ്ട്. ദെൻ സാരിലുമാബ്
മാബ് ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട് ഒലോക്കിസുമാബ് ഉണ്ട്. നാലാമത്തെ ഗ്രൂപ്പ് കോ സ്റ്റിമുലേഷൻ ഇൻഹിബിറ്റർ ആണ്. കോ സ്റ്റിമുലേഷൻ ഇൻഹിബിറ്റേഴ്സ് ഫേമസ് മരുന്ന് അബാറ്റാസെപ്റ്റ് ഉണ്ട്, വേറെ ഒരെണ്ണം ബെലാരാസ്. അഞ്ചാമത്തെ ഗ്രൂപ്പ് നമ്മൾ CD20 ഇൻഹിബിറ്റേഴ്സ് ആണ്. ഫേമസ് ആയിട്ടുള്ളത് റിറ്റുക്സിമാബ്, വളരെ ഫേമസ് ആണ് റിറ്റുക്സിമാബ്. സോ ഇത്രയും പറഞ്ഞതെല്ലാം ഇഞ്ചക്ഷൻസ് ആണ്. ഇനി നമുക്ക് ടാർഗറ്റഡ് ഡിമാർട്സ് നമുക്ക് പറയാം. ദീസ് ആർ JAK ഇൻഹിബിറ്റേഴ്സ് ഓർ ജാനസ് കൈനേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇതിൽ തന്നെ ഫസ്റ്റ് ജനറേഷൻ മരുന്നുകളുണ്ട്. ടോഫാസിറ്റിനിബ്, ദെൻ ബാരിസിറ്റിനിബ് ഉണ്ട്. ദെൻ സെക്കൻഡ് ജനറേഷൻ നമുക്ക് പറയാനുള്ളത് ഉപ്പഡാസിറ്റിനിബ് ഉണ്ട്. ദെൻ ഫിൽക്കോറ്റിനിബ് ഉണ്ട്. സിറ്റി ഇല്ല. സോ അപ്പൊ നമുക്ക് ഇത്രയും മരുന്നുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയാം. നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഓരോ മരുന്നുകളും ഓരോ പ്രത്യേക വിഭാഗമായിട്ട് പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മരുന്നുകൾ പ്രവർത്തിക്കുക അവിടെ ടാർഗറ്റ്സ് ആർ ഡിഫറെന്റ്. ടാർഗറ്റ് വ്യത്യസ്തമാണ്. സോ നമ്മുടെ ഇമ്മ്യൂൺ വ്യവസ്ഥയുടെ വ്യത്യസ്ത ടാർഗറ്റുകളിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. പക്ഷെ വിവിധ രീതിയിലെല്ലാം തന്നെ ദേ ഓൾ ഡിക്രീസ് അവർ ഇമ്മ്യൂണിറ്റി. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇതെല്ലാം കുറയും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്ന്, ഈ മരുന്നുകൾ ഒന്നും ഒരുമിച്ച് ഒരേ രോഗിയിൽ ഒരേ സമയം കൊടുക്കില്ല. ഈ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം ഇത് മരുന്ന് കൊടുക്കില്ല, ഈ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതോ, അല്ലെങ്കിൽ തമ്മിൽ ഒരുമിച്ച് ചേർത്ത് കൊടുക്കില്ല. സോ ബയോളജിക്കൽസ് ആർ നോട്ട് ഗിവൺ കൺകമിറ്റന്റ്ലി ടു എനി പേഷ്യൻസ്. പക്ഷെ നമ്മൾ മറ്റേത് ടാർഗറ്റഡിൽ തന്നെയുള്ള കൺവെൻഷണൽ മെത്തോട്രക്സേറ്റുമായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കും. മെത്തോട്രക്സേറ്റോ ലെഫ്ലൂനമൈഡോ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾക്കൊപ്പം ഒരുമിച്ച് കൊടുക്കും. രണ്ട് തരം ബയോളജിക്കൽസ് ഒരുമിച്ച് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. സോ 2 ബയോളജിക്കൽസ് നോട്ട് ഗിവൺ കൺകമിറ്റന്റ്ലി. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഇമ്മ്യൂണോസപ്രസൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മാത്രമല്ല, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് മറ്റ് ധാരാളം രോഗങ്ങളും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിൽ വരും അല്ലെ. അങ്ങനെയും ഒരുപാട് രോഗങ്ങളുണ്ട്. സോ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ മാത്രം സ്പെഷ്യലായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളല്ല എന്നുള്ളതാണ്. മറ്റ് ധാരാളം രോഗാവസ്ഥയിലും ഇവ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ പറയുന്നത് 99% മരുന്നുകളും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉപയോഗമുള്ള മരുന്നുകളെ കുറിച്ചാണ്. കാരണം നമ്മളിത് അണ്ടർ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ പറയുന്നത് കൊണ്ട്. പക്ഷെ മറ്റുപയോഗങ്ങൾ കൂടിയുണ്ട് എന്ന് ഓർക്കുക. ഈ മരുന്നുകളുടെ എല്ലാം ഫസ്റ്റ് യൂസ് ഇൻ മെത്തോട്രക്സേറ്റ് റെസിസ്റ്റന്റ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. മെത്തോട്രക്സേറ്റ് റെസിസ്റ്റന്റിലാണ് ഇത് ഉപയോഗിക്കുക. ചിലത് കുട്ടികളിൽ ഉപയോഗിക്കും, ചിൽഡ്രനിൽ ഉപയോഗിക്കും, ചിലത് കുട്ടികളിൽ കൊടുക്കില്ല, ഓൺലി ഇൻ അഡൽട്ട്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് മാത്രമല്ല, മറ്റിപ്പോ ക്രോൺസ് അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളായാലും കുട്ടികളിൽ ചിലപ്പോൾ ഉപയോഗിക്കും, ചിലത് കുട്ടികളിൽ ഉപയോഗിക്കുന്നില്ല. ആൻഡ് ഇവിടെ രണ്ടാമത്തെ ഉപയോഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈസ് ഇൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസിലാണ്. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് എന്ന് പറയുമ്പോൾ അൾസറേറ്റീവ് കൊളൈറ്റിസ് വരും, ആൻഡ് ക്രോൺസ് ഡിസീസ്. സോ ഇങ്ങനെയുള്ള ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസിലൊക്കെയാണ് പ്രധാനമായിട്ടും ഈ മരുന്നുകൾ ഉപയോഗിക്കുക. മറ്റൊരു ഉപയോഗം സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻസിൽ ഉപയോഗിക്കാം. ചില മരുന്നുകൾ പ്ലേഗ് സോറിയാസിസിൽ ഉപയോഗിക്കുന്നുണ്ട്. പ്ലേഗ് സോറിയാസിസിൽ വരുന്ന അധികം മരുന്നുകളൊന്നും നമ്മൾ പറയുന്നില്ല, എങ്കിലും അങ്ങനെ ഉപയോഗമുണ്ട്. ദെൻ അഞ്ചാമത്തെ ഉപയോഗം സിസ്റ്റമിക് ആൻഡ് ഓൾസോ പോളി ആർട്ടിക്കുലാർ. ജുവനൈൽ എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളിലുള്ളതാണ്. ഇഡിയോപ്പതിക് എന്ന് വെച്ചാൽ കാരണങ്ങൾ അറിയാത്ത ആർത്രൈറ്റിസ് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കാം. ദെൻ വിവിധ തരത്തിലുള്ള ആങ്കൈലോസിംഗ് സ്പോണ്ടിലോആർത്രൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങളൊക്കെ ഉണ്ട് ഈ മരുന്നുകൾക്ക്. ആൻഡ് ഇനിയും ഡിഫറെന്റ് ഉപയോഗങ്ങളുണ്ട്. അത് സ്പെഷ്യലൊക്കെ ഉണ്ടെങ്കിൽ അതാത് മരുന്നുകൾ പറയുമ്പോൾ നമുക്ക് പറയാം. ദെൻ റിറ്റുക്സിമാബ് എന്ന് പറയുന്ന മരുന്ന് ഫേമസ് ആയിട്ടുള്ള ആന്റി ക്യാൻസർ മരുന്നാണ്. ഫോർ ട്യൂമർ ആണ്. എക്സൈ എന്ന് വെച്ചാൽ കൈമറിക് ആണ്. ക്യാൻസറിനെതിരെ ഉപയോഗമുണ്ട്. ഉദാഹരണം NHL, CLL അങ്ങനെയൊക്കെയുള്ള ക്യാൻസർ ബി സെല്ല് പ്രവർത്തിക്കും. ആൻഡ് ഈ മരുന്നിനെ കുറിച്ച് പ്രത്യേകമായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. സോ ചിലതിന് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ ഉപയോഗമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് അല്ലെങ്കിൽ നമ്മൾ പറയാ ട്രാൻസ്പ്ലാന്റേഷൻ അല്ല ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലും ഉപയോഗമുണ്ട്. അപ്പൊ നമുക്കിത് ആദ്യം ഈ ബയോളജിക്കൽസ് എല്ലാത്തിന്റെയും മൊത്തം പ്രോപ്പർട്ടീസ്, ജനറൽ പ്രോപ്പർട്ടീസ് ഒന്ന് പറയാം. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം തീരില്ല. അപ്പൊ അതുകൊണ്ട് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ദെൻ യൂസ്ഫുൾ ഇൻ സെവറൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ആ രോഗങ്ങളെ കുറിച്ച് കൂടി നമുക്ക് ഓരോ മരുന്നുകളെ പറ്റി പറയുമ്പോൾ ഒന്ന് പറഞ്ഞു പോകും. നമുക്ക് ജനറൽ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ എല്ലാം, ഫസ്റ്റ് പ്രോപ്പർട്ടി പറഞ്ഞാൽ എല്ലാം ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്, എല്ലാം തന്നെ ബയോളജിക്കൽസ് ആണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉപയോഗമുണ്ട്. രണ്ടാമത്തത് കുത്തിവെക്കുന്നവ ആണ് ഉള്ളത്. കുത്തിവെക്കുന്നവ നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാം. ഒന്ന് IV നമുക്ക് കൊടുക്കാം, രണ്ട് സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കാം. IV മീൻസ് ഇൻട്രാവീനസ് ആണ്, രക്തത്തിലേക്ക് നേരിട്ട്. സബ്ക്യൂട്ടേനിയസ് എന്ന് വെച്ചാൽ ചർമ്മത്തിനടിയിലേക്കാണ് നമ്മൾ കൊടുക്കുക. ചർമ്മത്തിനടിയിൽ കുത്തിവെക്കുന്നത് പെൻ കിട്ടും, നമുക്ക് പ്രീ ഫിൽഡ് സിറിഞ്ചസ് ആയിട്ട് കിട്ടും, ഓട്ടോ ഇഞ്ചക്ടർ അങ്ങനെയൊക്കെ രീതികളിലൊക്കെ നമുക്ക് കിട്ടും. ഈ IV ആണെങ്കിൽ അത് വയലായിരിക്കും, അത് നമ്മൾ കലക്കിയിട്ട് IV ആയിട്ട് കുറച്ച് നേരം കൊണ്ട് ഇൻഫ്യൂഷൻ ആയിട്ട്
ആയിട്ടായിരിക്കും കൊടുക്കാം, 2 മണിക്കൂറൊക്കെ കൊണ്ടായിരിക്കും കൊടുക്കുക. എങ്കിലും ഈ രക്തത്തിലേക്ക് കുത്തിവെക്കുന്നവ നമുക്ക് പനി ഉണ്ടാക്കും, ഫീവർ ഉണ്ടാക്കും, ചിൽസ്, വിറയൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ചിലപ്പോഴെങ്കിലും നമുക്ക് അലർജിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ ആന്റിഹിസ്റ്റമിനൊക്കെ ചിലപ്പോൾ കൊടുത്തേക്കാം. ദെൻ ഇൻഫ്ലിക്സിമാബ് XI വരുന്നതൊക്കെ കൈമറിക്കാണ്. കൈമറിക്ക് പറയുമ്പോൾ മൗസിന്റെയും മനുഷ്യന്റെയും പ്രോട്ടീൻ ഉണ്ടാകും. ദെൻ സൂ വരുന്നത് മനുഷ്യന്റേത് ഹ്യൂമനൈസ്ഡ് ആണ്. ദെൻ MU ഒക്കെ വരുന്നത് ഫുള്ളി മനുഷ്യനാണ്. അപ്പൊ ഇതിനൊക്കെ അലർജി കുറവായിരിക്കും. ഇതിന് XI വരുന്നതിന് അലർജി കുറച്ച് കൂടുതൽ, ഹൈപ്പർ സെൻസിറ്റിവിറ്റി പ്രശ്നങ്ങളൊക്കെ കൂടുതലായിരിക്കും. ദെൻ ചർമ്മത്തിന് അടിയിലേക്ക് കുത്തിവെക്കുന്നത് ലോക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലോക്കൽ ഇഞ്ചക്ഷൻ സൈറ്റ്, ലോക്കൽ സൈറ്റ് ഇഷ്യൂസ് ആയിരിക്കും ഉണ്ടാക്കുക. ചൊറിച്ചില്, തടിപ്പ്, പുകച്ചിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക. പക്ഷെ മിക്കതിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആൻഡ് ഈ ഗ്രൂപ്പിലെ മരുന്നുകൾ ഏത് ഉപയോഗിച്ചാലും ആദ്യം ഒരു കുറച്ച് നാൾ, നിശ്ചിത കാലം നമ്മൾ ഉപയോഗിച്ച് നോക്കണം. അത്രയും നാൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ഫലമില്ല, ഗുണം ഇല്ല എങ്കിൽ നമ്മൾ ആ മരുന്ന് സ്റ്റോപ്പ് ചെയ്യുക. അത്രയും നാൾ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇനി 4ാമത്തെ പോയിന്റ്, ഈ മരുന്നുകളെല്ലാം തന്നെ തുടർച്ചയായി ദീർഘനാൾ, എന്താ പറയാ, കുറെ നാൾ ഇത് മരുന്ന് കഴിക്കണം, കുത്തിവെക്കണം. സോ ഇടക്ക് മരുന്ന് അങ്ങ് നിർത്തുകയാണ്, ഇനി വേണ്ട എന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞാൽ, മരുന്ന് നിർത്തി കഴിഞ്ഞാൽ പഴയ പ്രശ്നങ്ങൾ വീണ്ടും തിരിച്ചു വരും. കാരണം ഈ മരുന്ന് രോഗത്തെ തടഞ്ഞു നിർത്തൽ മാത്രമാണ് ചെയ്യുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒന്ന് തടഞ്ഞു നിർത്തുക മാത്രമാണ് ചെയ്യുക, അല്ലാതെ ഒട്ടും ഇല്ലാതാക്കുന്ന പ്രശ്നം ഇല്ല. മരുന്ന് രോഗത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുന്നില്ല എന്നുള്ളതാണ്. 5ാമത്തെ മരുന്ന് വ്യത്യസ്ത അളവുകളിലും രീതിയിലുമായിരിക്കും നമ്മൾ കൊടുക്കുക. സോ മിക്കവാറും ആദ്യം ഒരു ഇനീഷ്യേഷൻ അല്ലെങ്കിൽ തുടക്കം സ്റ്റെപ്പുകൾ ഉണ്ടാകും. ആ മരുന്ന് തുടങ്ങുന്ന സ്റ്റെപ്പ്, പിന്നീട് നമ്മൾ മെയിൻ്റനൻസ് ഉണ്ടായിരിക്കും. സോ അപ്പൊ നമുക്ക് ആദ്യം ഹൈ ഡോസ് ആയിരിക്കും, പിന്നീട് നമ്മൾ ഡോസ് കുറച്ചിട്ട് കുറയുന്ന. ഇത് തന്നെ ദിവസം കഴിക്കുന്നുണ്ട്, ഡെയിലി ഉണ്ട്, അല്ലെങ്കിൽ വൺസ് ഇൻ 7 days മാത്രം കഴിക്കുന്നുണ്ട്, വൺസ് ഇൻ 2 weeks 14 daysനുള്ളിൽ 2 ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കഴിക്കുന്നുണ്ട്, വൺസ് ഇൻ 30 days ഉണ്ട്, വൺസ് ഇൻ 2 months ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ വിവിധ രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഓപ്ഷൻസ്, ചോയ്സസ് ഒക്കെ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് മാസത്തിലൊരിക്കൽ കഴിക്കുന്നതോ ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നതോ ഒക്കെ ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് 6ാമത്തെ, മിക്കവാറും എല്ലാ മരുന്നുകളും എല്ലാം തന്നെ ഇൻക്രീസ്ഡ് ലിവർ എൻസൈംസ് ഇൻക്രീസ് ചെയ്യാം. സോ നമ്മൾ LFT, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക. രോഗം മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് വേണം. ദെൻ തുടർച്ചയായിട്ട് മരുന്നിനിടയിലും നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. ഇനി 7ാമത്തെ പോയിന്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എല്ലാം തന്നെ ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്, അല്ലെ? അപ്പോ വിവിധ തരം ഇൻഫെക്ഷൻസ്, സോ ഇൻഫെക്ഷൻസ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കും. സോ ഇൻക്രീസ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. സോ ചിലത് സീരിയസ് ആയിട്ടുള്ള ലൈഫ് ത്രെറ്റനിങ് വരെ ആകും, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരെ, ചിലപ്പോൾ സെപ്സിസ് വരെ ആകാം, അല്ലെങ്കിൽ സാധാരണ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ഫംഗ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ പ്രശ്നമൊന്നുമില്ലാതെ കിടന്നൊക്കെ സീരിയസ് പ്രശ്നമാകാം. മറ്റ് ഇൻഫെക്ഷൻ, ചെസ്റ്റ് ഇൻഫെക്ഷൻസ്, ന്യൂമോണിയ, അല്ലെങ്കിൽ എന്താ പറയുക UTI, യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻസ്, റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷൻ, GI ഇൻഫെക്ഷൻ. സോ ഇങ്ങനെയൊക്കെ വരാം. അതിനൊപ്പം തന്നെ ഡിക്രീസ്ഡ് ബ്ലഡ് സെൽസ്, WBCയുടെ എണ്ണം കുറയുന്നു, ന്യൂട്രോഫിൽസ് കുറയാം, ബേസോഫിൽസ്, ഇസിനോഫിൽസ്, ലിംഫോസൈറ്റ്സ്, ഇങ്ങനെയുള്ള WBCയുടെ എണ്ണം കുറയുന്നത് മൂലം ന്യൂട്രോപീനിയ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ഇൻഫെക്ഷൻസ് വർദ്ധിക്കാം. ഇനി 8ാമത്തെ പോയിന്റ് ഇതോടനുബന്ധിച്ച് തന്നെ നമുക്ക് പറയാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ലേറ്റന്റ് TB അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇത്രയും നാൾ എക്സ്പ്രസ് ചെയ്തിരുന്നില്ല, അത് കൂടുതൽ ശക്തനായിട്ട് അവതരിക്കാനുള്ള ചാൻസ് ആണ്, രോഗമായിട്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ TBക്ക് ടെസ്റ്റ് ചെയ്യണം, PPD ടെസ്റ്റ് ഓർ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഓർ മാൻഡോക്സ് ടെസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള ടെസ്റ്റുകൾ ചെയ്ത് TB ഇല്ല, സോ TB ഇല്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യം. ദെൻ ഇതേപോലുള്ള രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് B. ഹെപ്പറ്റൈറ്റിസ് B നേരത്തെ വന്നവരോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ളവരോ ഉണ്ടായവരോ അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ഹെപ്പറ്റൈറ്റിസ് B ഉള്ള രോഗികൾക്ക് ഫ്ലയർ അപ്സ്, ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഫ്ലയർ അപ്സ്. മറ്റു പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഉദാഹരണത്തിന് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ആകാം, സിസ്റ്റമിക് ലൂപ്പസ് എറിമാറ്റോസ് ആകാം, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലൂപ്പസ് വരെ ചിലപ്പോൾ DLE അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ ഉണ്ടാകാം, ഗില്ലൻ ബാരെ സിൻഡ്രോം ആകാം. സോ അങ്ങനെയൊക്കെയുള്ള പലതിന്റെയും സാധ്യതകൾ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. വേറൊരു പ്രശ്നം ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, പ്രത്യേകിച്ച് ഹേർട്ട് ഫെയിലിയർ. മരുന്നുകൾ മൂലം ഉണ്ടാകാം, അല്ലെങ്കിൽ ഹേർട്ട് ഫെയിലിയർ ഉള്ള ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എക്സാസർബേഷൻ വർദ്ധിപ്പിക്കുകയോ രോഗം കാഠിന്യമാവുകയോ ചെയ്യാം. ദെൻ 11ാമത്തെ പ്രശ്നം, ലൈവ് വൈറസ് ആയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനും നമ്മൾ എടുക്കാൻ പാടില്ല. സോ നോ വാക്സിനേഷൻസ്, ലൈവ് വൈറസ് ഉള്ള വാക്സിനേഷനോ അങ്ങനെയുള്ള ആക്റ്റീവ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളുടെയോ വാക്സിനേഷനൊന്നും ഈ കാലയളവിൽ നമുക്ക് കൊടുക്കാൻ പാടുള്ളതല്ല. 12ാമത്തെ പോയിന്റ്, മരുന്നുകളെല്ലാം തന്നെ എക്സ്പെൻസീവ് ആണ്, വില കൂടുതൽ ആണ് എന്നുള്ളത് വില ഒരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ ഈ മരുന്നുകളെല്ലാം തന്നെ ലാസ്റ്റ് റിസോർട്ട് മരുന്നുകളായിട്ടാണ്. ടോട്രക്സേറ്റും ഫലിക്കുന്നില്ലെങ്കിൽ കുറച്ച് ഇതും കൂടി ആഡ് ചെയ്തേക്കാം എന്ന രീതിയിൽ കൊടുക്കുന്ന മരുന്നുകളാണ്. ദെൻ 14ാമത്തെ ചില മരുന്നുകൾ, ഉദാഹരണത്തിന് TNF ആൽഫ ഇൻഹിബിറ്റർ ആയി അല്ലെങ്കിൽ ഇന്റർലൂക്കിൻ 1, ഇവയൊക്കെ ചിലതരം ക്യാൻസേഴ്സ് വർദ്ധിപ്പിക്കാം എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പുതുതായിട്ട് ക്യാൻസറുകൾ ഉണ്ടാക്കാം, അപ്പൊ തന്നെ ഉണ്ടാവുകയല്ല, പിന്നീട് കുറെ നാളൊക്കെ കഴിഞ്ഞിട്ട്. ഉദാഹരണത്തിന് ഹെപ്പാറ്റോസ്പ്ലീനിക് T സെൽ ലിംഫോമ,
ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കാം, സ്കിൻ ക്യാൻസർ ഒക്കെ വർദ്ധിപ്പിക്കാം. സോ ഇങ്ങനെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് TNF ആൽഫ, ഇന്റർലൂക്കിൻ 1 ഒക്കെ പഴയ മരുന്നുകളായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പുതിയ മരുന്നുകളുടെ ഒന്നും റിപ്പോർട്ട് വരുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. സോ ഇത് ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് ലഭ്യമാവാനായിട്ട് കുറച്ച് സമയം കൂടി പിടിക്കും. നമുക്ക് ആദ്യം TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ് അതിനെ കുറിച്ച് പറഞ്ഞാൽ, TNF ആൽഫ ഇൻഹിബിറ്റേഴ്സിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട മരുന്ന് ഇൻഫ്ലിക്സി മാബ് ആണ്. മാബ് മീൻസ് മോണോക്ലോണൽ ആന്റിബോഡിയാണ്. എക്സൈ മീൻസ് കൈമെറിക് ആണ്. കൈമെറിക് എന്ന് പറഞ്ഞാൽ കുഞ്ഞെലിയുടെയും മനുഷ്യന്റെയും കൂടി ചേർന്നതാണ്. അപ്പോൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് മറ്റുള്ളവയെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കാം. ദെൻ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന്റെ കാര്യമാണ് നമ്മൾ പറയുക. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ നമ്മളുടെ ഡോസ് 3 mg/kg ആണ്. മറ്റു രോഗങ്ങളിൽ ക്രോൺസിലൊക്കെ ആണെങ്കിൽ 5 mg/kg ആയിരിക്കും കൂടുതൽ ഡോസ് കൊടുക്കേണ്ടി വരും. IV ഇൻഫ്യൂഷൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. 2 മണിക്കൂർ കൊണ്ടായിരിക്കും കൊടുക്കുക. ആദ്യത്തെ ദിവസം, ദെൻ സെക്കൻഡ് വീക്ക്, പിന്നെ 6ാമത്തെ ആഴ്ച, പിന്നെ എവരി 8th വീക്ക്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ആൻഡ് നേരത്തെ പറഞ്ഞ രോഗങ്ങളല്ലാതെ പിന്നെ ഇഡിയോപ്പതിക് പൾമോണറി ഫൈബ്രോസിസിലും ഓറൽ ഡ്രഗ് ആയിട്ട് നമ്മൾ ഇൻഫ്ലിക്സിമാബ് നമ്മൾ കൊടുക്കാറ്. ദെൻ ഇൻഫ്ലിക്സിമാബ് IV മാത്രമല്ല, പുതുതായിട്ട് സബ്ക്യൂട്ടേനിയസ് ഇൻഫ്ലിക്സിമാബ് ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് സിംഫെൻറ എന്നാണ് അതിന്റെ പേര്. ഇത് അൾസറേറ്റീവ് കൊളൈറ്റിസിലും ക്രോൺസിലുമാണ് അനുമതിയുള്ളത്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഇതുവരെ അനുമതി ആയിട്ടില്ല. 5 mg/kg ആണ്. ദെൻ എല്ലാ TNF ആൽഫ ഇൻഹിബിറ്റേഴ്സും പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷനിൽ സേഫ് മരുന്നുകളാണ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. ദെൻ റീനൽ ഫെയിലിയർ ഉണ്ടെങ്കിൽ ഈ മരുന്നിന്റെ ഡോസ് 5 mg/kg കൂടാൻ പാടില്ല. പരമാവധി അത്രേ പാടുള്ളൂ. രണ്ടാമത്തെ മരുന്ന് സെർട്ടോളിസുമാബ് ആണ്. ലീ എന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സൂ എന്ന് പറഞ്ഞാൽ ഹ്യൂമനൈസ്ഡ് ആണ്. മാബ് മോണോക്ലോണൽ ആന്റിബോഡി ആണ്. സോ ഇത് പെഗോൾ പോളി എത്തിലേറ്റഡ് ഗ്ലൈക്കോൾ ആയിട്ട് പെഗ് ആണ് വരിക. ലോങ് ആക്ടിംഗ് ആണ്. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ ആയിട്ടാണ്. പ്രീഫിൽഡ് സിറിഞ്ച് ആണ് ലഭിക്കുക. ഇത് കുട്ടികളിലും ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. തുടക്കത്തിൽ നമ്മൾ കൊടുക്കുക 200 mg-ന്റെ 2 ഇഞ്ചക്ഷൻ കൊടുക്കും. പിന്നീട് 2ാമത്തെ ആഴ്ച, 4ാമത്തെ ആഴ്ച കൊടുക്കും. പിന്നീട് 200 mg വീതം എവരി 2 weeks, 2 ആഴ്ചയിൽ ഒരിക്കൽ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 400 mg ആക്കാം. അപ്പോൾ once in 4 weeks എന്ന് പറയുമ്പോൾ 28 ദിവസം, മാസത്തിൽ ഒരിക്കലായിട്ടും കൊടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ രോഗങ്ങൾ കൂടാതെ പിന്നെ ഒരു രോഗം കൂടി ഇതിനകത്ത് പറയുന്നത് റേഡിയോഗ്രാഫിക് അസോസിയേറ്റഡ് സ്പോണ്ടൈലോ ആർത്രൈറ്റിസിലും ഈ മരുന്ന് നമുക്ക് കൊടുക്കാം. അടുത്ത മരുന്ന് അഡാലിയാണ്. അഡാലിമുമാബ് എന്ന് പറയുന്ന മരുന്ന്. മുമാബ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് മനുഷ്യന്റെ ആണ്, വലിയ പ്രശ്നങ്ങളില്ല. പ്രീഫിൽഡ് സിറിഞ്ചസ് ആണ്. അല്ലെങ്കിൽ പേന രൂപത്തിൽ, നമ്മുടെ ഇൻസുലിന്റെ ഒക്കെ പേന രൂപത്തിൽ ലഭിക്കും. 80 mg കിട്ടും, 40 mg. ഇത് മരുന്ന് ഉപയോഗിക്കുക എവരി അതർ വീക്ക് ആണ്. 1.5 ആഴ്ചയിലാണ് നമ്മൾ കൊടുക്കുക. നേരത്തെ പറഞ്ഞ രോഗങ്ങൾ അല്ലാതെ പിന്നെ കൊടുക്കാവുന്നത് ഹീറ ഡെനിറ്റിസ് സുപ്പറേറ്റീവ അങ്ങനെയുള്ള അസുഖത്തിൽ കൊടുക്കാം. ദെൻ ഊവൈറ്റിസിൽ നമുക്ക് കൊടുക്കാം. കുട്ടികളിലും മുതിർന്ന ആൾക്കാരിലും കൊടുക്കാം. ദെൻ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് അതിലൊക്കെ മുതിർന്നവരിലും കുട്ടികളിലും ഒക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലും നമുക്ക് കൊടുക്കാം. പക്ഷേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഡോസ് നമുക്ക് 40 മതിയാകും. അടുത്ത മരുന്ന് ഗോലിയാണ്. ഗോലിമുമാബ് ആണ്. GOLI ഗോലിമുമാബ്. ഇതിൽ ക്രോൺസ് രോഗത്തിൽ ഉപയോഗം പറയുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു വ്യത്യാസം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ആംഗൈലോസ്പോണ്ടിലൈറ്റിസ്, അൾസറേറ്റീവ് കൊളൈറ്റിസിലെ കൊടുക്കും. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഒരു 50 mg സബ്ക്യൂട്ടേനിയസ് ആണ്. മാസത്തിൽ ഒരിക്കൽ മതി. once in 30 days ആണ് കൊടുക്കുക. അൾസറേറ്റീവ് കൊളൈറ്റിസിലൊക്കെ ആണെങ്കിൽ വേറെ വ്യത്യസ്ത രീതിയിൽ 3 സ്റ്റാർട്ടർ 100 mg കൊടുക്കും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുക്കും. പിന്നെ മാസത്തിൽ ഒരിക്കൽ 100 mg. അങ്ങനെയൊക്കെ ആയിരിക്കും അൾസറേറ്റീവ് കൊളൈറ്റിസിൽ കൊടുക്കുക. സോ അപ്പോൾ ഇത് once in a month മതി. TNF ആൽഫ ഇൻഹിബിറ്ററിൽ തന്നെ മാബ് അല്ലാത്ത ഒരു മരുന്നുണ്ട്. അതിന്റെ പേര് ഇരാനർസെപ്റ്റ് എന്ന് പറയുന്ന ഒരു മരുന്ന്. ഇതൊരു ഫ്യൂഷൻ പ്രോട്ടീൻ ആണ്, ഒരു ആന്റിബോഡിയാണ്. അത് ഹ്യൂമൻ ഇമ്മ്യൂണോഗ്ലോബുലിൻ G1 IgG1 ആണ്. ആൻഡ് അതിന്റെ FC പോർഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഇത് TNF ആൽഫ റിസപ്റ്റർ ആണ് അവിടെ പിടിപ്പിച്ചിരിക്കുന്നത്. സോ നേരെ അവിടെ പോയി TNF ആൽഫയിൽ പോയി പിടിക്കും. ഈ മരുന്നായിരിക്കും ആക്ട് ചെയ്യുക. സോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ 50 mg once a week ആണ്. സോ once in 7 days നമുക്ക് കുത്തിവെക്കണം സബ്ക്യൂട്ടേനിയസ്. അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഇതിനകത്തൊന്നും ഈ മരുന്നിന്റെ ഉപയോഗമില്ല. അൾസറേറ്റീവ് കൊളൈറ്റിസിലോ ക്രോൺസിലോ ഈ മരുന്നിന്റെ ഉപയോഗം കാണുന്നില്ല, നിർദ്ദേശിക്കപ്പെടുന്നില്ല. ദെൻ സോറിയാറ്റിക് ആർത്രൈറ്റിസ്, ലൈക്ക് സോറിയാസിസിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ പിന്നുള്ളത് പോളി ആർട്ടിക്കുലാർ ജുവനൈൽ ആർത്രൈറ്റിസ്, ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ് അതിനകത്ത് കൊടുക്കാം. ജുവനൈൽ സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ കൊടുക്കാം. അപ്പോൾ പിള്ളേരിലൊക്കെ കൊടുക്കാം. ദെൻ ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസിലൊക്കെയാണ് ഈ മരുന്നിന്റെ ഉപയോഗങ്ങൾ. ഇത്രയാണ് TNF ആൽഫ ഇൻഹിബിറ്റേഴ്സ്. ഇനി അടുത്ത ബയോളജിക്കൽ ഇന്റർലൂക്കിൻ 1 അന്റഗോണിസ്റ്റ് ആണ്. ഇന്റർലൂക്കിൻ 1 റിസപ്റ്റർ അന്റഗോണിസ്റ്റ് ആണ്. പേര് കിൻ4 ഇന്റർലൂക്കിൻ ആണ്. R4 റിസപ്റ്റർ ആണ്. A4 അന്റഗോണിസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എൻഡോജീനസ് ആയിട്ടുള്ള ഇന്റർലൂക്കിൻ റിസപ്റ്റർ 1 അന്റഗോണിസ്റ്റിനെ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ സപ്ലിമെന്റ് നാച്ചുറൽ എൻഡോജീനസ് ഇന്റർലൂക്കിൻ 1 റിസപ്റ്റർ അന്റഗോണിസ്റ്റ് ആണ്.
റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉപയോഗമുണ്ട്. കൊടുക്കുക 100 മില്ലിഗ്രാം സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുക. മറ്റുപയോഗങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ക്യാപ്സിലാണ്, ദെൻ നോമിഡ് അതിനകത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഡിറ. സോ ക്യാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രയോപൈറിൻ അസോസിയേറ്റഡ് പീരിയോഡിക് സിൻഡ്രോം അല്ലെങ്കിൽ ഫാമിലിയൽ കോൾഡ് ആർട്ടീരിയ എന്നൊക്കെ നമുക്ക് പറയാം. ന്യൂനേറ്റൽ ഓൺസെറ്റ് മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ഡിസോർഡർ ആണ് നോമിഡ്. ഡില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിഷ്യൻസിയാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഇന്റർലൂക്കിൻ 1 റിസപ്റ്റർ ഡെഫിഷ്യൻസിയാണ് ഡിറ. ദെൻ കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ മരുന്നിന്റെ ഡോസ് കുറയ്ക്കുക, സാധാരണ 100 മില്ലിഗ്രാം ആണ്. ദെൻ സ്റ്റിൽസ് ഡിസീസ്, മക്കിൾസ് വെൽ സിൻഡ്രോം അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ ഉപയോഗിക്കുന്നത്. ദെൻ രണ്ടാമത്തത് ഇന്റർലൂക്കിൻ 6 അന്റഗോണിസ്റ്റുകളാണ്. ഇന്റർലൂക്കിൻ 6 അന്റഗോണിസ്റ്റിൽ ആദ്യം മരുന്ന് ടോസിലി ഉണ്ട്, സുമാബ് ഉണ്ട്, ടോസിലിസുമാബ് ഉണ്ട്, ഹ്യൂമനൈസ്ഡ് ആണ്. ആൻഡ് ഇത് IV ഉണ്ട്, സബ്ക്യൂട്ടേനിയസ്, 2 രീതിയിൽ കൊടുക്കുന്നുണ്ട്. IVയുടെ ഡോസ് 8 to 12 മില്ലിഗ്രാം ആണ് എവരി 2 വീക്സ്, 2 ആഴ്ചയിൽ ഒരിക്കലാണ്. സബ്ക്യൂട്ടേനിയസ് നമ്മൾ കൊടുക്കുക 162 മില്ലിഗ്രാം ആണ്. ഇത് പേഷ്യന്റ് തൂക്കം നോക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ചയിൽ ഒരിക്കലോ ആക്കിയിട്ടാണ് കൊടുക്കുക. സോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉപയോഗമുണ്ട്. പിന്നെ ഉള്ളത് ജയന്റ് സെൽ ആർട്ടറൈറ്റിസിനകത്ത് ഉപയോഗമുണ്ട്. ദെൻ പോളി ആർട്ടിക്കുലാർ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ്, അതിനകത്ത് രോഗമുണ്ട്. സിസ്റ്റമിക് ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസ്, സോ അതിനകത്തൊക്കെ അസുഖമുണ്ട്, ഉപയോഗമുണ്ട്. ദെൻ പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം പറയുന്നത് GI പെർഫറേഷൻസ് ആണ്. വേറെയും ഒരു മരുന്നിന് കൂടി ഇത് പറയുന്നുണ്ട്, പ്രത്യേകമായിട്ടുള്ള സൈഡ് എഫക്ട്. ആൻഡ് ടൊസിലി അല്ലാതെ പിന്നെ ഉള്ളത് സാരിയാണ്, സാരിലുമാബ് എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് 200 മില്ലിഗ്രാം ആണ് എവരി 2 ആഴ്ച, 2 വീക്സ് ആണ് കൊടുക്കുക. സബ്ക്യൂട്ടേനിയസ് ആണ്, റീഫിൽ സിറിഞ്ച് ആയിട്ട് കിട്ടും. പോളിമയാൾജിയ റുമാറ്റിക്കൽ ഉപയോഗമുണ്ട്. പിന്നെ ഒരു മരുന്ന് ഒലോക്കിസുമാബ് ആണ്. ഒലോക്കിസുമാബ് എന്ന് പറയുന്ന മരുന്ന് ടൊക്ലിസുമാബിന്റെ ഒക്കെ പോലെ തന്നെയാണ് ഉപയോഗം, സാരിയും ആണ് ഉപയോഗം. ദെൻ സാരിലുമാബും ഒക്ലിസുമാബും ഇത് സൈറ്റോകൈൻ റിലീസ് സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നത്തിൽ ഉപയോഗമുണ്ട്. ഇത് നമ്മൾ കോവിഡിന്റെ കാലത്തൊക്കെ കേട്ടിട്ടുള്ള. അടുത്ത ഗ്രൂപ്പ് മരുന്ന് കോസ്റ്റിമുലേഷൻ ഇൻഹിബിറ്റർ ആണ്. കോസ്റ്റിമുലേഷൻ ഇൻഹിബിറ്റർ പ്രധാന മരുന്ന് അബറ്റാസെറ്റ് ആണ്. അബറ്റാസെറ്റ് നമ്മൾ ഇമ്മ്യൂണിറ്റി പഠിച്ചപ്പോഴാണ് നമ്മൾ 3 സിഗ്നൽസിനെ പറ്റി പറഞ്ഞത്. എന്ന് വെച്ചാൽ ലിംഫോസൈറ്റ്, T ലിംഫോസൈറ്റ് ആക്ടിവേറ്റഡ് ആവാനായിട്ട് 3 സിഗ്നൽ വേണം. ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ഇവിടെയുള്ള റിസപ്റ്ററും APCയുമായിട്ട് ബൈൻഡ് ചെയ്യലാണ്. രണ്ടാമത്തെ ആണ് കോസ്റ്റിമുലേറ്ററി, അതിൽ നമ്മൾ പറഞ്ഞത് CD80 and 86 അത് വന്ന് ഒട്ടിച്ചേരണം എന്നാണ് നമ്മൾ. സോ ഇതിനെ തടയുന്ന മരുന്നാണ്. ഇതിനെ തടഞ്ഞു കഴിയുമ്പോഴത്തേക്കും വേറെ റിസപ്റ്റർ ഉണ്ട്, CTLA4 അല്ലെങ്കിൽ CD52, അത് വന്ന് ഒട്ടിച്ചുകഴിഞ്ഞാൽ ഇതിന്റെ T സെല്ലിന്റെ ആക്ടിവേഷൻ കുറയും. സോ ഇത് പിടിച്ചു കഴിഞ്ഞാൽ T സെൽ ആക്ടിവേഷൻ കൂടും, ഇത് പിടിച്ചു കഴിഞ്ഞാൽ C സെൽ ആക്ടിവേഷൻ കുറയും. സോ ഇത് പിടിക്കുന്നില്ല, അതിന്റെ അർത്ഥം ഇത് ആക്ഷൻ വർദ്ധിക്കും. അപ്പൊ T ലിംഫോസൈറ്റ്സ് പുതിയ വേറെ ലിംഫോസൈറ്റ് ആകുന്നതും അതിന്റെ ആക്ടിവേഷനും അതിന്റെ പ്രോലിഫറേഷനും എല്ലാം കുറയും. സോ ലിംഫോസൈറ്റിന്റെ ആക്ഷൻ കുറയും. സോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉപയോഗിക്കുന്നുണ്ട്, സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ ഉപയോഗിക്കുന്നുണ്ട്, അതിലൊക്കെ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് ഉപയോഗിക്കുന്ന അബറ്റാസെറ്റ്. ദെൻ പിന്നെ ഉള്ളത് പോളി ആർട്ടിക്കുലാർ ജുവനൈൽ ഇഡിയോപ്പതിക് ആർത്രൈറ്റിസിൽ കൊടുക്കാം. പ്രൊഫൈലാക്സിസ് ഓഫ് അക്യൂട്ട് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസ് എന്ന് വെച്ചാൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലും ഈ മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. റീഫിൽ സിറിഞ്ച്, ഓട്ടോ ഇഞ്ചക്ടർ അങ്ങനെയുള്ള രൂപത്തിൽ നമുക്ക് 50 മില്ലിഗ്രാം to 120 മില്ലിഗ്രാം വൺസ് വീക്ക്ലി ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. ദെൻ IV, ഈ മരുന്ന് അബറ്റാസെപ്റ്റ് ഈസ് ഓൾസോ അവൈലബിൾ ആസ് IV. അത് 4 ആഴ്ചത്തെ ഡോസിംഗ് ആണ്. ആദ്യത്തെ ദിവസം 15ാമത്തെ ദിവസം 20, പിന്നെ എവരി 20 മീൻസ് ഓരോ മാസവുമാണ്. അത് 500 മില്ലിഗ്രാം മുതൽ 1000 മില്ലിഗ്രാം വരെയാണ് IV ആയിട്ട് കൊടുക്കുമ്പോൾ അതിന്റെ ഡോസ്. ബെലാറ്റാസെപ്റ്റ് ഓൺലി ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലാണ് ബെലാറ്റാസെപ്റ്റ്, അത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉപയോഗം ഇല്ല. ഇനി അടുത്ത മരുന്ന് റിറ്റുക്സിമാബ് ആണ്. റിറ്റുക്സിമാബ് എന്ന് പറയുന്നത് റിറ്റുക്സിമാബ് ഒരു ആന്റി ക്യാൻസർ മരുന്നായിട്ടാണ് ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പൊ ഇത് B സെല്ലാണെങ്കിൽ B സെല്ലിന്റെ പുറത്ത് റിസപ്റ്റർ ഉണ്ട്, CD20, ഇതിൽ വന്ന് ഒട്ടിച്ചേരുന്നതാണ്. സോ B സെൽ ഡിപ്ലീറ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന മരുന്നാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് കൊടുക്കാം, സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റോസിന് കൊടുക്കാം, ഇഡിയോപ്പതിക് ത്രോംബോസൈറ്റിക് പെർപ്യൂറയിൽ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. മയസ്തീനിയ ഗ്രേവിസിനെതിരെ നമുക്ക്, അതും ഒരു ഓട്ടോഇമ്യൂൺ ഡിസോർഡർ ആണ്. ദെൻ NHL നോൺ ഹോട്ട്സ്കിൻ ലിംഫോമ, CLL ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കീമിയ, സോ ഇങ്ങനെയൊക്കെയുള്ള ക്യാൻസറിലും ഉപയോഗമുണ്ട്. മരുന്നപ്പോൾ B സെൽ ഡിപ്ലീറ്റർ ആണെന്ന് പറഞ്ഞു. സോ B സെൽസ് കുറയുമ്പോഴത്തേക്കും ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് ഒക്കെ ധാരാളം പിടിക്കാം. അതിലൊരു ഫേമസ് ആണ് JC പോളിയോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് അസുഖം പിടിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാവുന്ന ഒരു പ്രശ്നമാണ് പ്രോഗ്രസീവ് മൾട്ടിഫോക്കൽ ല്യൂക്കോ എൻസെഫലോപ്പതി എന്ന് പറയുന്ന പ്രശ്നം. എന്ന് വെച്ചാൽ ബ്രെയിനിലെ വൈറ്റ് മാറ്റർ നശിച്ചു പോകുന്ന ഒരു അസുഖമാണ്. സോ ഈ വിഭാഗം മരുന്നുകൾക്കെല്ലാം CD20 ഇൻഹിബിറ്റേഴ്സിനൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ആൻഡ് ഈ മരുന്ന് നമുക്ക് വേറെയും വിശദമായിട്ട് വേറെ എവിടെയെങ്കിലും കൂടുതൽ പറയാം. ആൻഡ് അപ്പൊ ഇനി നമുക്ക് അവസാനമായിട്ട് ഈ ഗ്രൂപ്പിൽ പറയാനുള്ളത് JAK ഇൻഹിബിറ്റേഴ്സ് ആണ്. JAK മീൻ ജാനസ് കൈനേസസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ജാനസ് കൈനേസ് എവിടെയാണ് നമ്മൾ പഠിച്ചത്? 3 തരം റിസപ്റ്റർ 4 തരം റിസപ്റ്റർ പഠിച്ചപ്പോൾ അതിനകത്ത് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്ററിൽ, എൻസൈം ലിങ്ക്ഡ് അസോസിയേറ്റഡ് റിസപ്റ്ററിൽ ഇവിടെ ടൈറോസിനും ഇവിടെ അങ്ങനെ
അങ്ങനെയൊന്നും സ്വയം ആക്റ്റീവ് ആവാത്ത കേസിൽ മറ്റൊരു പ്രോട്ടീൻ ഇവിടെ നിന്ന് വന്ന് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതാണ് ജാക്ക് ഓർ ജാനസ് കൈനേസ്. സോ ഇത് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റ് എന്ന് പറയുന്ന സംഭവം പിടിക്കും. അപ്പോൾ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ ജാക്ക് തന്നെ പലതരമുണ്ട്, 3 തരമുണ്ട്. ജാക്ക് 1 ഉണ്ട്, 2 ഉണ്ട്, 3. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ് മരുന്ന് ജാക്ക് 1നെയും 2 or 3നും തടയുന്ന. സോ അവയെ നമ്മൾ വിളിക്കുക നോൺ സ്പെസിഫിക് ഓർ ഫസ്റ്റ് ജനറേഷൻ മരുന്നുകൾ എന്നാണ് വിളിക്കുക. അതിന്റെ മരുന്നുകൾ ഒന്ന് ടോഫാസിറ്റിനിബ് ആണ്. ടോഫാസിറ്റിനിബ് ജാക്ക് 1 and 3നെ തടയുമ്പോൾ ബാരിസിറ്റിനിബ് എന്ന് പറയുന്നത് ജാക്ക് 1നെയും 2നെയും തടയും. സോ ദീസ് ആർ നോൺ സ്പെസിഫിക് ആണ്. രണ്ടാമത്തത് ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷനിൽ നമുക്കുള്ളത് ഉപ്പഡാസിറ്റിനിബ് ആണ്. ഉപ്പഡാസിറ്റിനിബിന്റെയും ആൻഡ് ഓൾസോ പുതിയത് ഫ്ലിഗോറ്റിനിബ് ആണ്. സി ഇല്ല, സിറ്റി ഇല്ല. അത് രണ്ടും ജാക്ക് 1നെ മാത്രമേ തടയുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ ടൊഫാസിറ്റിനിബ് എവിടേക്ക് ഉപയോഗിക്കുന്നു വെച്ചാൽ ടൊഫാസിറ്റിനിബ് നമുക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉപയോഗമുണ്ട്, സോറിയാറ്റിക് ആർത്രൈറ്റിസിൽ ഉപയോഗമുണ്ട്, ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈസിസിന് ഉപയോഗമുണ്ട്, അൾസറേറ്റിക് കൊളൈറ്റിസിൽ ഉപയോഗമുണ്ട്, ദെൻ പോളി ആർത്രൈറ്റിസ്, ഇഡിയോപ്പതിക് ജുവനൈൽ ആർത്രൈറ്റിസ് അതിനകത്തൊക്കെ ഉപയോഗമുണ്ട്. 5 മില്ലിഗ്രാം BD 2 നേരമാണ് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ 11 മില്ലിഗ്രാം OD ഒറ്റ നേരമായിട്ട് നമുക്ക് കൊടുക്കാം. ഇതിന്റെ ഓറൽ സൊല്യൂഷനും അവൈലബിൾ ആണ്. ദെൻ ബാരിസിറ്റിനിബ് നമുക്ക് അല്ലെങ്കിൽ 2 മില്ലിഗ്രാം ഓർ 4 മില്ലിഗ്രാം OD ആണ് ദിവസം. ബാരിസിറ്റിനിബിന്റെ മറ്റൊരു രോഗം ഇമ്പോർട്ടന്റ് ആണ്, അതൊന്നും കേട്ടിരിക്കുക. അലോപേഷ്യ ഏരിയേറ്റയിൽ ഉപയോഗമുള്ള ഒരു മരുന്നാണ് ബാരിസിറ്റിനിബ് എന്ന് പറയുന്ന മരുന്ന്. ആൻഡ് റീനൽ ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ ഡോസ് കുറയ്ക്കേണ്ടി വരും. ആൻഡ് ഉപ്പഡാസിറ്റിനിബ് വൈഡ് ആയിട്ട് ഉപയോഗിക്കപ്പെടുന്ന മരുന്നാണ്. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലുണ്ട്, അറ്റോപിക് ഡെർമറ്റൈറ്റിസിലും കൂടി ഉപയോഗമുണ്ട്, സോറിയാറ്റിക് ആർത്രൈറ്റിസിലുണ്ട്, അൾസറേറ്റിക് കൊളൈറ്റിസിലുണ്ട്, ക്രോൺസിലുണ്ട്, ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈസിസ്. സോ വിവിധ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നാണ് ഉപ്പഡാസിറ്റിനിബ്. ഒരു 15 മില്ലിഗ്രാം മുതൽ 45 മില്ലിഗ്രാം വരെ പല അസുഖങ്ങളിൽ ഉപയോഗിക്കും. കിഡ്നി ഫെയിലിയർ ഒക്കെ ഉണ്ടെങ്കിൽ പരമാവധി 15 മില്ലിഗ്രാം OD ദിവസം. ആൻഡ് ദിസ് വൺ ഫിൽഗോസിറ്റിനിബ് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിൽ ഉപയോഗിക്കാം, അൾസറേറ്റിക് കൊളൈറ്റിസിലും. ഇതിനാണ് ഇതിന്റെ അപ്രൂവൽ. 100 to 200 മില്ലിഗ്രാം ആയിരിക്കും OD. അപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിലൊക്കെ 100 മില്ലിഗ്രാം മതിയാവും. ആൻഡ് ഈ പറഞ്ഞതെല്ലാം ഗുളികകളാണെന്ന് പ്രത്യേകം ഓർക്കുക. ജാക്ക് കൈനേസ് എല്ലാം ഗുളികളാണ്. സോ ഇവയെ നമ്മൾ ടാർജറ്റഡ് DMARDs എന്നാണ് വിളിക്കുക. മറ്റേതിനൊക്കെ നമുക്ക് ബയോളജിക്കൽസ്, ഇതിനും ബയോളജിക്കൽസിൽ തന്നെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ജനറലായിട്ട് പെടുത്തുക. ആൻഡ് ഇവിടെ പ്രത്യേകത ഒന്ന് GI പെർഫറേഷൻസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവരുടെ കാരണം. പിന്നെ ഒരു പ്രശ്നം ഡിസ്ലിപ്പിഡീമിയ എന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ലെവലിലൊക്കെ ഉണ്ടാക്കുന്ന പ്രശ്നം. ഡിസ്ലിപ്പിഡീമിയ ഉണ്ടാക്കാവുന്ന മരുന്നുകളാണ്. ആൻഡ് ദീസ് ഡ്രഗ്സ് ആർ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ ഗർഭിണികളിൽ ഒട്ടും കഴിക്കാൻ പാടില്ല. ആൻഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത, UTI, ഹെർപ്പസ് അങ്ങനെയൊക്കെയുള്ള സാധ്യതയൊക്കെ വർദ്ധിപ്പിക്കട്ടോ. ഓറൽ ഗുളികയാണെന്ന് കരുതി ഇവയുടെയൊക്കെ ആക്ഷൻ ഇല്ല എന്ന് കരുതരുത്. അങ്ങനെയൊക്കെയുള്ള ആക്ഷൻസ് ഇവ ഉണ്ട്. ദെൻ ഹീമോഗ്ലോബിൻ, ന്യൂട്രോഫിൽ കൗണ്ട് ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കാനും പാടില്ല. സോ ഇത്രയും മരുന്നുകളാണ് നമുക്ക് ബയോളജിക്കൽസ് ആൻഡ് ഓൾസോ ടാർജറ്റഡ് DMARDs. സോ വി ഡിസ്കസ്ഡ് DMARDs, ബയോളജിക്കൽ ആൻഡ് ടാർജറ്റഡ്. മറ്റൊരു വീഡിയോയിലായിരിക്കും നമ്മൾ പറയുക സിന്തറ്റിക് ഓർ കൺവെൻഷണൽ DMARDs, വേറൊരു വീഡിയോയിലായിരിക്കും പറയുക. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.